എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ കൈ പിടിക്കുന്ന എൻ്റെ മേക്കപ്പ് പൗച്ചിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ഞാൻ കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മേക്കപ്പ് പൗച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ അതിൻ്റെ സൗണ്ടും പിന്നെ അപ്പുറത്ത് അച്ഛൻ ഫോണിൽ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കും. അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് പൗച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോഴും എനിക്കിങ്ങനെ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് പൗച്ച് വന്നിട്ട്. സംഭവം ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് സ്റ്റുഡിയോന്നാണ് കേട്ടോ. സ്റ്റുഡിയോയിൽ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 199 ആയിരുന്നു. എനിക്ക് ഇതുപോലത്തെ വേറൊരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ്. അതിന് ജസ്റ്റ് 60 രൂപ. പക്ഷെ അത് ഇതിനും കൂടെ കുറച്ചും കൂടെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വിസിബിൾ ആയിട്ടുള്ളൊരു കവറിങ് ഒക്കെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പൗച്ച്. ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടുന്ന് ഇപ്പോൾ എറണാകുളത്തേക്ക് പോവുകയാണെങ്കിലും കൈ പിടിക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും കൈ പിടിക്കും കേട്ടോ. പക്ഷേ ഇതിൽ ഐറ്റംസൊക്കെ ചിലപ്പോൾ മാറിപ്പോകാൻ ഇടയ്ക്ക് ഞാൻ വെയിറ്റ് അനുസരിച്ച് മാറ്റും കേട്ടോ. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ എറണാകുളത്തേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ ഇതിങ്ങനെ മാറി മാറി കൈ പിടിക്കുന്നത് എന്താ വെച്ചാൽ, ചിലപ്പോൾ ഞാൻ എറണാകുളത്ത് നിന്ന് ഒന്നും കൈ പിടിക്കാണ്ട് ഇപ്പോൾ ഇതിലാകെ 2-3 സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വന്നതിന് ശേഷം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പരിപാടി ഉണ്ടാവില്ല. ഞാൻ ഈ സംഭവം മൊത്തം കൈ പിടിച്ച് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഒരു ഫംഗ്ഷനോ ഒരു പരിപാടി ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ ഞാൻ ഒന്നും കൈ പിടിക്കാണ്ട് വല്ല 2-1 ഒരു ഐലൈനറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം മാത്രം കൈ പിടിച്ച് പോകുന്നുണ്ടല്ലോ, അന്ന് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് എപ്പോഴും കൈ പിടിക്കുന്നത്. പക്ഷേ നമ്മൾ ലോങ് ഒക്കെ പോകുമ്പോൾ കുറച്ചും കൂടെ ഐറ്റംസ് ഇതിൽ കയറാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇതിലുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ നമ്മുടെ ബോക്സ്. ഇപ്പോൾ ഇതിൽ കുറേ കാണാനുണ്ടല്ലേ. ഇപ്പോൾ ഫസ്റ്റത്തെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, എൻ്റെ ലിപ്സ്റ്റിക്. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവും. നമ്മുടെ ലാക്മിയുടെ ലിപ്സ്റ്റിക്. അപ്പോൾ ഇതാണ് ഒന്ന്. അപ്പം ഞാൻ എടുത്തത് മാറ്റി ഇങ്ങനെ സൈഡിലേക്ക് വെക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇതിലുള്ളത് ഈ ഒരു കാണാനുണ്ടോ, ചീക്ക് ടിൻ്റ് ആണോ. ഇതും ഞാൻ സുഡിയോന്ന് വാങ്ങിയതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ സുഡിയോൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ ഒരു വലിയൊരു ഫാനാണ് കേട്ടോ. കാരണം നമുക്ക് അഫോർഡബിളും ആണ്, നമുക്ക് ആവശ്യത്തിനുള്ള ഡെയിലി യൂസിന് പറ്റിയ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇതാണ് അടുത്തത്. പിന്നെ എൻ്റെ കയ്യിലുള്ളത്, പിന്നെ നമ്മുടെ പൗച്ചിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇതും സുഡിയോൻ്റെ പ്രൊഡക്റ്റാണ്, മറ്റേ മസ്കാര, ഈ ഒരു സംഭവം കേട്ടോ. പിന്നെ ഈ ഒരു എനിക്ക് ഈ സാധനങ്ങൾ വെക്കാൻ പറ്റിയത് ഇപ്പുറത്തെ സൈഡിലാണ്, ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. പിന്നെ ഇത് ഞാനൊരു ഇയറിങ്സ് ഞാൻ എന്തായാലും ഇതിൽ വെക്കും കേട്ടോ. എക്സ്ട്രാ ഞാൻ ഒരെണ്ണം കൈ പിടിക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് നമ്മുടെ നിരക്കേട്ടിന് ഇയറിങ്സ് ഒന്നും ഇല്ലാണ്ട് കുറേ വട്ടം എനിക്കിങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഇയറിങ്സ് ഞാൻ എക്സ്ട്രാ എപ്പോഴും ഞാൻ കൈ പിടിക്കും. പിന്നെ ഈ ഒരു സിപ്പ് കവർ എന്താ പറയുക, നമ്മൾ ഉർവശിന്ന് ഇയറിങ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അവരെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമുക്കിങ്ങനെ ഈ ഒരു കവറിലിട്ടിട്ടോ തരിക. അപ്പം നമ്മളൊരു റിങ് വാങ്ങിയെന്ന് വിചാരിച്ചോ അതും നമുക്ക് ഇതുപോലത്തെ കവറിലിട്ടിട്ട് തരിക. അപ്പം ഈ ഒരു സംഭവമാണ് ഇയറിങ്സ്. പിന്നെ ഇതും നമ്മുടെ ചീക്ക് ടിൻ്റാണ് കേട്ടോ, മറ്റേ സുഡിയോത്തെ. ഇതിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഇതൊക്കെ 199 ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. കുറച്ച് വലിയ ഐറ്റംസ്, വെയിറ്റുള്ള ഐറ്റംസൊക്കെ എടുക്കാം കേട്ടോ. ഇത് മറ്റേ ഡോട്ട് ആൻഡ് കീയുടെ ഒരു പ്രൊഡക്റ്റാണെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇത് ഡോട്ട് ആൻഡ് കീ അല്ല, ഇത് മാമഅർത്തിൻ്റെ മറ്റേ നമ്മുടെ അണ്ടർ ഐ ക്രീമാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഈ ക്രീമിൻ്റെ ട്യൂബിലായിട്ടാണ് ഈ ക്രീം വരിക. അപ്പോൾ അത് ഞാൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ പീച്ചെടുക്കൂല. ആ പീച്ചെടുക്കുമ്പോൾ അതിൻ്റെ സൈഡ് ഇങ്ങനെ ലീക്കായി വരും. അങ്ങനെ ലീക്കായി വന്നിട്ടുണ്ടായിരുന്നു, ഓൾറെഡി ലീക്കായി വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ഓയിൽമെൻറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ എപ്പോഴും ലീക്കായി പോകുന്നുണ്ട് ഞാൻ പീച്ചി എടുക്കുമ്പോൾ. അത് ഞാൻ എടുക്കുന്നതിൻ്റെ കുഴപ്പമാണോ അതോ ട്യൂബിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. എപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ട്യൂബ് ലീക്കായിപ്പോയായിരുന്നു. എന്നിട്ട് കുഴപ്പമില്ലാന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ദിവസമൊക്കെ യൂസ് ചെയ്തു. പക്ഷേ അതിൻ്റെ അത് അടപ്പ് മൊത്തത്തിൽ അങ്ങ് പറഞ്ഞു പോകുന്നു. അപ്പോൾ പിന്നെ അതിൽ യൂസ് ചെയ്യാനുള്ള ചാൻസ്
പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ. അപ്പം ഞാൻ എന്തായാലും വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അത്രയും ക്യാഷ് കൊടുത്ത് വാങ്ങിയ ഒരു പ്രൊഡക്റ്റ്. അപ്പം ഞാനത് ഈ ഒരു ഒഴിഞ്ഞ ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസറിൻ്റെ ഡപ്പയിൽ നല്ല കഴുകി വൃത്തിയാക്കി തുടച്ച് നല്ല വെടിപ്പാക്കിയിട്ട് ഇതിൽ ഫില്ല് ചെയ്തു കേട്ടോ. അത് ഞാൻ നൈറ്റ് കിടക്കുന്നതിന് മുന്നേ ഇങ്ങനെ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ തേച്ചിട്ട് കിടക്കും കേട്ടോ. കാരണം നല്ല ഡാർക്ക് സർക്കിൾ ഉണ്ട്. ഉറക്കം തീരെ ചിലപ്പോൾ നന്നായി ഉറങ്ങും, ചില സമയത്ത് തീരെ ഉറക്കം കിട്ടുന്നില്ല. അപ്പം ഭയങ്കരമായിട്ട് ഡാർക്ക് സർക്കിൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വാങ്ങി കൊടുക്കണം കേട്ടോ. ഒരു മിനിറ്റ്. അപ്പോൾ നമ്മളെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതും ചീക്കി ഫ്ലഷ് ആണ് കേട്ടോ. ഇത് നമ്മുടെ ബ്ലഷിൻ്റെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബ്ലഷ് ഇടാൻ. ഭയങ്കര ഇഷ്ടം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും ഇങ്ങനെ ചുകച്ച് വെക്കണം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ 2 ഇപ്പം 3 ഉണ്ട് കേട്ടോ ഇതുപോലത്തെ. അപ്പോൾ അതും ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിയിട്ടുള്ളതായിരുന്നു. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇത് എൻ്റെ ഹെയർസറാണ് കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ കൊടുന്നതായിരുന്നു. ഇപ്പോൾ ഈ പൗച്ചിലിട്ടിട്ട് കൊടുന്നതായിരുന്നു. അത് ഇനി എന്തായാലും ഇവിടെ വീട്ടിൽ വെക്കുകയുള്ളൂ. വേറെ ഒന്നും കൂടെ ഉണ്ട് കേട്ടോ, അത് ഞാൻ അവിടെ വെച്ചിരിക്കാം. അപ്പോൾ അതായിരിക്കും ഞാൻ മിക്കതും കൊണ്ടുപോകാം. ഇത് ഞാൻ വീട്ടിൽ ഇപ്പോൾ കഴിഞ്ഞ വട്ടം വീട്ടിൽ വന്നപ്പോൾ സെറമിൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഇപ്പുറത്തിരിക്കുന്നത് കാണാനുണ്ടോ, ആ ഒരു സെറം ഞാൻ അതായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് സെറം ഇല്ല, ഭയങ്കര ധൂളിയിട്ട് ഭയങ്കര ഇടങ്ങേറായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ എന്തായാലും വെക്കാൻ വേണ്ടിയിട്ട് കൊടുന്ന കേട്ടോ ഇത്. പിന്നെ എൻ്റെ മറ്റേ കഴിഞ്ഞ് തേഞ്ഞ് എൻ്റെ ആത്മാവ് വരെ ഞാൻ ഊറ്റിയെടുത്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ഐബ്രോ പെൻസിൽ, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഞാൻ ഇന്ന് വാങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു, പുറത്ത് പോയപ്പോൾ മറന്നുപോയി. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് എൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. അപ്പോൾ അതും ഞാൻ കഴിപ്പിക്കും. അതിന് വല്ലപ്പോഴൊക്കെ കഴിപ്പില്ല, കാരണം വീട്ടിൽ വരുമ്പോൾ ഞാൻ അങ്ങനെ ഇത് കൈ പിടിക്കാറില്ല. പക്ഷെ ഇപ്പം എന്തോ എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഇത് പിടിച്ചു തോന്നുന്നു. അപ്പോൾ എനിക്ക് ഇത് തേക്കാനുള്ള പൂതി കൊണ്ട് ഞാൻ കൈ പിടിച്ചാട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് വേറെ മറ്റേ ഡോക്ടർ ബട്രാസിൻ്റെ. നെക്സ്റ്റ് വന്നിട്ട് ഹിമാലയയുടെ ഒരു ലിപ്പ് മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്, ലിപ്പ് ബട്ടർ. ഇത് സെറ്റാണ് മക്കളെ, ഇത് അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എപ്പോഴും യൂസ് ചെയ്യും. ഇതും ഈ ലിപ് ബാം യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു വൈൻ കളർ ലിപ്സ്റ്റിക് ഉണ്ട്, അതും കൂടി യൂസ് ചെയ്താണ്ടല്ലോ പെർഫെക്റ്റാണ്, സെറ്റാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് ഇടയ്ക്കിടയ്ക്ക് മിക്കതും ഞാൻ യൂസ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു സ്റ്റുഡിയോന്ന് വാങ്ങിയ ഒരു നെയിൽ പോളിഷ്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന അതാണ്ടോ, ഇട്ട സമയം നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായി, അപ്പോൾ അതിൻ്റെ അത് ചുരണ്ടിപ്പോയി കേട്ടോ. ഇത് ഞാൻ ആക്ച്വലി ഇവിടെ വന്നിട്ട് അതിലേക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കേട്ടോ. ഇതും ഉണ്ട്. പിന്നെ ഈ ഒരു നെയിൽ പോളിഷ് കേട്ടോ. ഇത് അവൾ വന്ന സമയത്ത് എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ അവൾ പോയതിന് ശേഷം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് കൊടുക്കുന്ന കേട്ടോ. ഈ 2 കളർ. അല്ലാണ്ട് ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇതിൽ ഈ പൗച്ചിൽ വെക്കാറില്ല കേട്ടോ. ഞാൻ അതിവിടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം കൊടുക്കുന്നതാണ്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഐലൈനർ. പിന്നെ വന്നിട്ട് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കിലൊന്നായ മൈഗ്ലാമിൻ്റെ ഒരു ലിപ്സ്റ്റിക്. പിന്നെ ഇതിൽ ഈ എൻവൈബയുടെ ഒരു സ്ട്രോക്ക് ക്രീം കേട്ടോ. ഇത് ഞാൻ വല്ലപ്പോഴും വല്ല ഫങ്ഷനൊക്കെ നല്ല അത്യാവശ്യം നല്ല വലിയ ഫങ്ഷനൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഫങ്ഷന് മാത്രമേ ഞാൻ ഈ ഒരു സംഭവം പുറത്തെടുക്കാറുള്ളൂ. അല്ലാത്ത പക്ഷമൊക്കെ ഞാൻ മറ്റേ സ്റ്റുഡിയോൻ്റെ ബ്ലഷും ചീക്ക് ബ്ലഷൊക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഞാൻ നല്ല ഫങ്ഷനൊക്കെ വരുമ്പോൾ മാത്രം യൂസ് ചെയ്യും. നല്ല റേറ്റാണ് ഈ ഇച്ചിരി പോകുന്ന ട്യൂബിന് തന്നെ, എന്ത് റേറ്റാണ്. അതുകൊണ്ട് ഞാനിത് അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇതിൽ ഇപ്പോൾ ഈ പൗച്ച് കാലം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഈ പൗച്ചിലുള്ളത് 2 കാര്യങ്ങളാണ്, സംഭവമാണ് ആ പൗച്ചിലുള്ളത്. പൗച്ച് കാലിയായി. അപ്പോൾ ഇത് വന്നിട്ട് എൻ്റെ
സൺസ്ക്രീൻ ആണ് കേട്ടോ. എനിക്ക് യു വി മെഡിൻ്റെ സൺസ്ക്രീൻ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വന്നിട്ട് അയ്യോ ഇതിൽ ഞാൻ SPF പറഞ്ഞില്ലല്ലോ. SPF 50 ഉണ്ട്. അതുപോലെ തന്നെ UVA 4 സ്റ്റാർ ഉണ്ട്. 4 സ്റ്റാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ റേറ്റും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുകളും 395 ആ സംതിങ് ഉള്ളൂ. മറ്റേ സൺസ്ക്രീനൊക്കെ എന്ത് റേറ്റാണ്. ഇതാകുമ്പോൾ നല്ല സൺസ്ക്രീനുമാണ്, നമുക്ക് വേണ്ട റേറ്റിനും ഉണ്ട്, അത്യാവശ്യം ക്വാണ്ടിറ്റിയും ഉണ്ട്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് വിറ്റമിൻ സിയുടെ ഒരു ഡെയിലി ഗ്ലോ ഫേസ് ക്രീം. ഇത് ഞാൻ വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യുള്ളൂ. പ്രാവശ്യം ഞാൻ എടുത്തതാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒന്നും കൊണ്ടുവരാൻ തന്നപ്പോൾ എനിക്കൊരു ഫങ്ഷൻ, ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ മൂഞ്ചിയതാണ്. അതുകൊണ്ട് ഈ ഒരു ക്രീം ഞാൻ കൈ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പൗച്ചിൽ കേട്ടോ. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാം. കാരണം നല്ല ലോങ് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ഇതിൽ സാധനങ്ങൾ മാറി മാറി വരും കേട്ടോ. ഇതിൽ തികയില്ല. അപ്പോൾ വേറെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേറൊരു പൗച്ചും കൂടെ ഉണ്ടെന്ന്. ആ പൗച്ചും കൂടെ ഞാൻ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു പൗച്ചിൽ ഞാൻ ഇത്രയും സാധനങ്ങളാണ് ട്രാവൽ ചെയ്യുമ്പോൾ കൈ പിടിക്കാറുള്ളത് കേട്ടോ. പിന്നെ എപ്പോഴും ഇതത്തെ സാധനങ്ങൾ ഇതന്നെ ആവണമെന്നില്ല, മാറി മാറി വരും, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, സീ യു.